ഹായ് ഫ്രണ്ട്സ്, S3A PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 137/2017, അതായത് കൊല്ലം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യമായിട്ട് മുൻവർഷങ്ങളിൽ നടത്തിയ VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വത നിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകും തോറും ഉയരം കുറയുന്നു. അപ്പോൾ ഹിമാലയ പർവ്വത നിരയുടെ സവിശേഷത എന്താണ്? കിഴക്കോട്ട് പോകും തോറും ഉയരം കുറയുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ കാലയളവിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചത്. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 ആണ്. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിൻ്റെ മുഖ്യ കാരണം എന്താണ്? പ്ലേഗ് ബോണസാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിൻ്റെ മുഖ്യ കാരണം. ജാതിക്കുമ്മിയുടെ കർത്താവ്? പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മിയുടെ കർത്താവ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഫസലലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല? ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് ആദിവാസികളുള്ളത്. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മേധ ട്രെയിനാണ് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ. കല്ലുമാല സമരം നടന്ന സ്ഥലം? പെരിനാട്ടിലാണ് കല്ലുമാല സമരം നടന്നത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്? ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? നിലവിൽ കർണാടകയിലെ ബെൽഗാവിയിലാണ് ഏറ്റവും ഉയരം കൂടിയ ത്രിവർണ്ണ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. എവിടെയാണ്? കർണാടകയിലെ ബെൽഗാവിയിൽ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ ഏറ്റവും ചെറുത് ഏത്? പാമ്പാടും ചോലയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പാണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. യോഗി ആദിത്യനാഥ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത്. മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? സിക്കിം, ടിബറ്റാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റോഹ, മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. റോഹ, മംഗലാപുരം.
കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 14444. കറൻസി രഹിത പണമിടപാടുകൾക്കുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 14444. സ്വതന്ത്ര സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? 8. സ്വതന്ത്ര സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം 8 ആണ്. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? നോവലാണ്. വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി എന്താണ്? നോവലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. വേല ചെയ്താൽ കൂലി വേണം. ഈ മുദ്രാവാക്യം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടെ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി വേണം. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാര്? കെ കേളപ്പനാണ് മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്? തലയ്ക്കൽ ചന്തുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവാണ് തലയ്ക്കൽ ചന്തു. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? മൊറാഴ സമരമാണ്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് മൊറാഴ സമരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നൈം താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലിം. നീൽദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ നാടകത്തിൻ്റെ രചയിതാവ്. ദീനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32-ാം അനുച്ഛേദമാണ് റിട്ട്. 32-ാം അനുച്ഛേദം. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സാരനാഥിലാണ്. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് സാരനാഥ്. അടുത്ത് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. 250 രൂപ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? മൗലിക കടമകൾ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂട്ടിച്ചേർത്തതാണ് മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? DK കാർവേ. DK കാർവേയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം? കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? എറണാകുളം. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? എറണാകുളത്താണ് മംഗളവനം പക്ഷി സങ്കേതം. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ? അറബിക്കടലിലാണ് ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്നത്. അറബിക്കടലിൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരായുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. അടുത്തത് നോക്കാം. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. പിന്നീട് ഇത് അവർ ക്യാൻസൽ ചെയ്ത് 2018 ആയപ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്തു? പിൻവലിച്ചു. ഇത് ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. പിൻവലിച്ചു അതിപ്പോൾ. സ്വതന്ത്രാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതാണ്? ഹൈദരാബാദും കാശ്മീരും ജുനഗഡുമാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡാണ് സ്വതന്ത്രാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. 2016 മികച്ച ചിത്രത്തിലുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം മാൻഹോൾ ആണ്.
ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. മിശ്ര വിവാഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാര്? VT പട്ടതിരിപ്പാടാണ്. മിശ്ര വിവാഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT പട്ടതിരിപ്പാട്. ബ്രഹ്മപുത്രയുടെ പോഷക നദി തീസ്തയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദി തീസ്ത. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരി പാതയാണ്? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തേ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഭിലായ് ഇരുമ്പുരുക്ക് ശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഭിലായ് ഇരുമ്പുരുക്ക് ശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയമാണ്. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബില്ല് 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? വാടക ഗർഭധാരണ നിയന്ത്രണമാണ് സറോഗസി റെഗുലേഷൻ ബില്ല് 2016. വാടക ഗർഭധാരണ നിയന്ത്രണം. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം ആരാണ്? SL നാരായണനാണ്. കേരളത്തിൽ നിന്നുമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം. കേരള സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അടുത്തത് ഇംഗ്ലീഷാണ്. ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെൻറ്റ്. ഡു യു മൈൻഡ് ഗീവിംഗ് ആണ്. വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഗീവിംഗ് ആണ്. ഡു യു മൈൻഡ് ഗീവിംഗ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെൻറ്റ്. റാനോ വെൻ ടു ദ ഷോപ്പ് ടു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഹർ ആസ് ഷീ ഹാസ് dash her old ones grown out of. As she has grown out of her old ones. While visiting Egypt, I went to see dash Nile. I went to see the Nile. If I hadn't run from here, the snake would have killed me. If I hadn't run from here, the snake would have killed me. Nobody saw it. Did they? Nobody saw it. Did they? Select proper one-word substitute for an impartial person who watches for administrative abuses inside organizations. Ombudsman ആണ്. An impartial person who watches for administrative abuses inside organization ആരാണ്? Ombudsman. Find out which part of the sentence has an error. Both Raj's father and mother was angry with him when he quarreled with his sister. ഏതാണ് എറർ? വാസ് ആംഗ്രി വിത്ത് ഹിം. 2 പേരുണ്ട്. വാസ് ആംഗ്രി വിത്ത് ഹിം എന്ന് പറയുന്നത് തെറ്റാണ്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് ഫെയ്റ്റ് മീൻസ്? ഫെമിലിയർ ഓർ അക്വൈൻറ്റഡ് വിത്ത്. ഓഫ് ഫെയ്റ്റ് മീത്ത് എന്താണ്? ഫെമിലിയർ ഓർ അക്വൈൻറ്റഡ് വിത്ത്. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ മീനിങ് ആസ് ദ ഗിവൻ വേർഡ്. ഇൻക്ലിനേഷൻ ചരിവ്. ടെൻഡൻസി ആണ്. ടെൻഡൻസി. ഇൻക്ലിനേഷൻ ടെൻഡൻസി. I have been working in this school since 2006. I have been working in this school since 2006. Change the given sentence into indirect speech. Anil asked Anu, are you going to see your grandmother? Anil asked Anu whether she was going to see her grandmother. You have high fever. You dash see the doctor. You have high fever. You should see the doctor. You should see the doctor. I shuffled the dash while playing deck of cards. I shuffled the deck of cards. Choose the word opposite in meaning in the to the given word. Opaque. Opaque, transparent. Opaque opposite, transparent. Dash had I reached the stadium than the match started. Than. No sooner had I reached the stadium than the march started. Rewrite the sentence given starting with a pen. Rani gave me a pen. A pen was given to me by Rani. A pen was given to me by Rani. Find out the compound word used in the sentence. My father wears a dash when he goes to office. Necktie. My father wears a necktie when he goes to office. All my friends dash Jia called me on my birthday. All my friends except.
Choose the correctly spelled word. Changeable. 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 What does the underlined idiom means? So many employees got the axe as the company was undergoing financial crisis. Got the axe means lost the job. Got the axe means lost the job. ഓക്കെ, ഇനി അടുത്ത ബാക്കിയുള്ളത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഒരു ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? ഒരു ക്യൂബിൻ്റെ ഒരു വക്കം ഇരട്ടിച്ചാൽ, ഒരു വക്കം ഇരട്ടിക്കുക എന്ന് വെച്ചാൽ 2 ക്യൂബാണ് സംഭവിക്കുക. എ ക്യൂബാണ് വോളിയം, ഇപ്പോൾ 2 ക്യൂബ് ആകുമ്പോൾ 8 അല്ലേ? അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? 8 മടങ്ങ് വർദ്ധിക്കും. അത് കാണാതെ പഠിച്ചാലും മതി. ഒരു ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം 8 മടങ്ങ് വർദ്ധിക്കും. ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തരകോണിൻ്റെ അളവ് 150 ആയാൽ അതിന് എത്ര വശങ്ങൾ ഉണ്ട്? ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തരകോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. 180 ഇൻറ്റു n-2/n. അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ആന്തരകോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ, ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തരകോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. 150 ഇൻറ്റു n-2/n. അപ്പോൾ ഇത് ഈക്വൽ ടു എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 150 തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് n കാണാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 180 നിന്ന് ഈ 150 കുറയ്ക്കുക. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 180 നിന്ന് 150 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഇനി ആ കിട്ടിയ ആൻസറിനെ 360 കൊണ്ട് ഭാഗിക്കുക. 360 ഡിവൈഡ് ബൈ 30. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം 4:2:5 ആയാൽ വ്യാപ്തം 2560 ഘന സെൻറ്റിമീറ്റർ ആയാൽ ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അംശബന്ധം എന്താണ്? 4x 2x 5x ആണ്. നീളം, വീതി, ഉയരം. അപ്പോൾ നമുക്ക് എന്തറിയാം? ചതുരക്കട്ടയുടെ വ്യാപ്തം എന്താണ്? L × B × H ആണ്. അപ്പോൾ 4x ഇൻറ്റു 2x ഇൻറ്റു 5x എന്ന് പറയുന്നതാണ് 2560. അപ്പോൾ ഇതിൽ നിന്ന് 40 x³ എന്ന് പറയുന്നത് 2560 കിട്ടും. x³ ഈക്വൽസ് 2560/40, അതായത് 64 എന്ന് കിട്ടും. ഓക്കെ, 64 x³ ഈക്വൽസ് 64 കിട്ടും. അപ്പോൾ x ഈക്വൽസ് എന്താണ്? 4 ആണ്. ഓക്കെ, x³ 64 ആണെങ്കിൽ x എന്ന് പറയുന്നത് 4 ആണ്. ചതുരക്കട്ടയുടെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 5x ആണ്. അപ്പോൾ 5 × 4 ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ 20 എന്ന് കിട്ടും. 20 ആൻസർ. അടുത്ത് നോക്കിയേ, 4⁻1/2 ഇൻറ്റു 27⁻1/3 ഇൻറ്റു 36⁻1/2. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4⁻1/2 എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ ആണ്. അപ്പോൾ 2 സ്ക്വയർ (1/2) ഇൻറ്റു 27 എങ്ങനെ എഴുതാം? 3 സ്ക്വയർ, 3 ക്യൂബാണ്. 3³ (1/3) ഇൻറ്റു 36 (1/2) എന്ന് എഴുതാം. അപ്പോൾ ഈ 2 ഇതും കട്ട് ചെയ്ത് പോവും, ഇതും കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁻1 ഇൻറ്റു 3⁻1 ഇൻറ്റു 36 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു 1/3 ഇൻറ്റു √36 എത്രയാണ്? 6 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 6 കിട്ടും. അപ്പോൾ 2 × 3 6 ആണ്. അപ്പോൾ 6 6 ക്യാൻസൽ ആവും. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക, 1. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ 13ാം പദം എത്രയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 750 ആയാൽ 13ാം പദം എത്ര? 25 പദങ്ങളുള്ള ശ്രേണിയിൽ 13ാം പദം എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രേണിയുടെ ശരാശരി ആയിരിക്കും. 25 പദങ്ങളുള്ള ശ്രേണിയിൽ 13ാം പദം എന്ന് പറയുന്നത് ശ്രേണിയുടെ ശരാശരി ആയിരിക്കും. അപ്പോൾ 13ാം പദം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? തുക ബൈ എണ്ണം ചെയ്താൽ മതി. തുക ബൈ എണ്ണം, അതായത് 750/25 ചെയ്താൽ മതി. 30 എന്ന് കിട്ടും. 30 ആൻസർ വരിക. അടുത്ത് നോക്കാം, 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം 152 സെൻറ്റിമീറ്റർ. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ മാധ്യം 151. വന്നു ചേർന്ന കുട്ടിയുടെ ഉയരം എത്ര? ഇതൊരു ഫോർമുലയുണ്ട്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓൾഡ് ആവറേജ് ± ടോട്ടൽ നമ്പർ ഇൻറ്റു ചേഞ്ച് ഇൻ ആവറേജ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം 152. അപ്പോൾ 8 × 152 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ഒരു കുട്ടി കൂടി വരുമ്പോൾ എന്താവും? 8 എന്താവും? 9 ആവും. അപ്പോൾ മാധ്യം എത്രയാണ്? 151. അപ്പോൾ 9 × 151 ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ആൻസറും കൂടി ആൻസറിൻ്റെ വ്യത്യാസം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 143 ആണ്. 143. അപ്പോൾ നമുക്ക് ഫോർമുലയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കിയേ, ഒരു തലത്തിലെ 1, 3, 6, 8 എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന വരയെ P എന്ന ബിന്ദു 2:3 എന്ന അംശബന്ധത്തിൽ ബന്ധിപ്പിക്കുന്നു എങ്കിൽ Pയുടെ നിർദ്ദേശാങ്കങ്ങൾ ഏവയാണ്?
സെക്ഷൻ ഫോർമുല എന്ന് പറയും. അതായത് നമുക്ക് P(x, y) എന്ന ബിന്ദു ഒരു AX1 y1 എന്ന പോയിന്റിനെയും BX2 y2 എന്ന പോയിന്റിനെയും M(n) എന്ന അംശബന്ധത്തിൽ ഖണ്ഡിക്കുന്നുവെങ്കിൽ ആ Pയുടെ നിർദ്ദേശങ്ങൾ കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. X ഈക്വൽസ് എന്താണ്? X ഈക്വൽസ് M ഇൻറ്റു X2 പ്ലസ് N ഇൻറ്റു X1 ബൈ M പ്ലസ് N. അതുപോലെ y പോയിന്റ് കാണാം. Y ഈക്വൽസ് M ഇൻറ്റു y2 പ്ലസ് N ഇൻറ്റു y1 ബൈ M പ്ലസ് N. ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. സെക്ഷൻ ഫോർമുല എന്ന് പറയും. അപ്പോൾ എക്സ് കാണാൻ M ഇൻറ്റു X2 പ്ലസ് N ഇൻറ്റു X1 ബൈ M പ്ലസ് എന്നും y ഈക്വൽസ് M ഇൻറ്റു y2 പ്ലസ് N ഇൻറ്റു y1 ബൈ M പ്ലസ് എന്നും ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ X1ഉം y1ഉം ആദ്യത്തെ പോയിൻ്റ് എടുക്കാം, അടുത്ത X2ഉം y2ഉം അടുത്ത പോയിൻ്റ് എടുക്കുക. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 2:3 ആണ്. M 2ഉം N 3ഉം എടുക്കുക. അത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ആൻസർ 3, 5 പോയിൻറ്റ്സ് 3ഉം 5ഉം ആണ്. അടുത്ത് നോക്കാം. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ 5, 7, 12. ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമചതുരക്കട്ടയുടെ എല്ലാ വശവും തുല്യമായി വേണ്ടതിനാൽ ചതുരക്കട്ടയുടെ ഏറ്റവും ചെറിയ ഭാഗമായിരിക്കും സമചതുരക്കട്ടയുടെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എത്രയാണ്? 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5 ആണ്. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂൾ ക്ലാസ്സിൽ. നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും, ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 90ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2. 60ൻ്റെ ഓപ്പോസിറ്റ് √3, 30ൻ്റെ ഓപ്പോസിറ്റ് 1 ഈ ഒരു റേഷ്യോ പഠിച്ചു വയ്ക്കുക. 90, 60, 30 എന്ന് വരയ്ക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ 2, 1 √3 ആയിരിക്കും. ഇവിടെ 2ൻ്റെ സ്ഥാനത്താണ് പറഞ്ഞിരിക്കുന്നത്. 90ന് എതിരെയുള്ള വശത്തിൻ്റെ നീളം ആണ് 12. അപ്പോൾ 90ന് 2ൻ്റെ സ്ഥാനത്താണ് 12 വന്നിരിക്കുന്നത്. അപ്പോൾ 2 × 6 ആണ് 12. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? 60ന് എതിരെയുള്ള വശം. 60ന് എതിരെയുള്ള വശം √3 ആണ് വരാനുള്ള. അപ്പോൾ ഇത് 2 × 6 അല്ലേ 12. അപ്പോൾ √3 × 3 ചെയ്താൽ മതി. 6 √3 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ A ആണ്, 6 √3. ആ റിലേഷൻ പഠിച്ചു വയ്ക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90, മുകളിൽ 60, സൈഡിൽ 30 ആണ്. അവിടെ റേഷ്യോ 2, ഇവിടെ 2 വരും, ഇവിടെ 1 വരും, ഇത് √3. അത് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഒരു സ്ഥലത്ത് നിന്ന് ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്ററും നടന്നു. എങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഹരി ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ എത്രയാണ്? 8 കിലോമീറ്ററും. അപ്പോൾ അവർ തമ്മിലെ ദൂരം കണ്ടുപിടിക്കാൻ ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ √8² + 6² ആണ്. അപ്പോൾ നമുക്ക് ആൻസർ √100 എന്ന് കിട്ടും, അതായത് 10 എന്ന് കിട്ടും. A ആണ് ആൻസർ, 10. അടുത്ത 91. 3, 6, 11, 20 ഈ ശ്രേണിയിൽ അടുത്ത പദം ഏത്? അപ്പോൾ 3 × 2 ആണ് 6. 3 × 2 -0 = 6 ആണ്. അടുത്ത് നോക്കി 6 × 2 - 1 = 11 ആണ്. അടുത്ത് 11 × 2 - 2 = 20 ആണ്. അടുത്ത് വരുമ്പോൾ 20 × 2 40 - 3 വരും, ദാറ്റ് ഈസ് 37 എന്ന് വരും. 37 ആണ് നമ്മുടെ ആൻസർ. അമ്മുവിൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം. 6 വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സിന് 3 മടങ്ങാകും അമ്മയുടെ പ്രായം. എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര? ഇത് ഡയറക്റ്റ് ഫോർമുല ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്ന് തന്നെ പോവാം. ആൻസർ 4 ആണ് കിട്ടുന്നത്. 4 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത് നോക്കി, ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകൾ തുറന്നു വച്ചിരിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നിറയും. എങ്കിൽ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും? അപ്പോൾ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫോർമുല ഉണ്ട്. എന്താണ്? x by y x - y. അപ്പോൾ 6 × 10/10 - 6. അപ്പോൾ 60/4 വരും. ആൻസർ 15 എന്ന് കിട്ടും. 15 മിനിറ്റ് ആണ്. 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്ര? അപ്പോൾ അറിയാം, I = PNR/100. അപ്പോൾ 30,000 × 8/100 × ഒരു മാസമാണ്. അപ്പോൾ 1/12 ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 200 എന്ന് കിട്ടും. 200. അടുത്ത് നോക്കി, √45 × √40 × √25 × √16. ഓരോന്നിൻ്റെ ആയിട്ട് റൂട്ട് എടുത്ത് വരിക. അപ്പോൾ √16ൻ്റെ റൂട്ട് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ √25 × 4 വരും.
അപ്പോൾ അത് നോക്കുക 25 × 4 അങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് റൂട്ട് 100 വരും. അപ്പോൾ റൂട്ട് 100 എന്ന് പറയുന്നത് എത്രയാണ് 10 വരും. അപ്പോൾ റൂട്ട് 40 × 10 റൂട്ട് 400 വരും. അപ്പോൾ റൂട്ട് ഓഫ് 45 × റൂട്ട് 400 വരും. റൂട്ട് 45 × 400 റൂട്ട് 20 ആണ്. അപ്പോൾ റൂട്ട് 45 × 20 വരും. അപ്പോൾ റൂട്ട് 900 വരും. 900ൻ്റെ റൂട്ട് 30 ആണ്. 30 ആണ് ആൻസർ. എക്സ് പ്ലസ് 5 = എക്സ് മൈനസ് 3 ആയാൽ എക്സിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നെ കൊടുക്കാം. നമുക്ക് ഓപ്ഷനിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എക്സ് ഈക്വൽസ് അവിടെ -1 കൊടുത്തു നോക്കി. -1 കൊടുക്കുമ്പോൾ -1 + 5 എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. അതുപോലെ സൈൻ മോഡുലസ് ആയതുകൊണ്ട് സൈൻ നോക്കണ്ട. അതുപോലെ -1 -3 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യും 4 സെയിം സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷനിൽ നിന്ന് ചെയ്താൽ മതി. -1 കിട്ടും. രണ്ട് സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5, സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക, രണ്ട് സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈയുടെ തുക 25 ആണ്. അവയുടെ വ്യത്യാസം 5ഉമാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2y = 20 കിട്ടും. y = 10 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പ്ലസ് 10 = 25 കൊടുത്താൽ എക്സ് = നമുക്ക് 15 എന്ന് കിട്ടും. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്താണ് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. 10ൻ്റെ 100 ആണ്. അപ്പോൾ 225 - 100 125 എന്ന് വരും. 125 സി ആണ് ആൻസർ. അടുത്ത 3, 16, 25, 9 ഇതിലെ ഒറ്റയാൻ ഏതാണ്? 3 ആണ് ഒറ്റയാൻ. ഏതാണ് ഒറ്റയാൻ? 3 ആണ് ഒറ്റയാൻ വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? പൂർണ്ണവർഗ്ഗങ്ങളാണ്. 3 ആണ് ഒറ്റയാൻ വരുന്നത്. 3m = 729 എങ്കിൽ 3m - 2 എത്രയാണ്? അപ്പോൾ ആദ്യം 729 നമ്മൾ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുക. LCM എടുക്കുക. 729 ചെയ്യുമ്പോൾ 3 243 ആണ്. 3 81, 3 27, 3 9, 3 വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരും? 3m = 729 ആണ്. അപ്പോൾ 3/6 ആണ് 729 എന്ന് പറയുന്നത്. അപ്പോൾ 3m - 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3/6 - 2 ആണ്. അതായത് 3/4 ആണ്. അപ്പോൾ 81 എന്ന് കിട്ടും. 3/4 81. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. x = 1/2 y = 1/3 ആയാൽ x + y/xy എത്രയാണ്? അപ്പോൾ എക്സിൻ്റെ വൈയുടെ വാല്യൂ കൊണ്ട് ഡയറക്റ്റ് കൊടുത്താൽ മതി. 1/2 + 1/3 1/2 + 1/3 / 1/2 × 1/3 ആണ്. LCM എടുക്കുമ്പോൾ 5/6 / 1/6 എന്ന് വരും. അപ്പോൾ 5/6 × 6/1 വരും. 6ഉം 6ഉം ക്യാൻസൽ ആയിപ്പോൾ 5/1 5 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ആൻസർ 5 ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് കാണാം. ഓക്കെ. ബൈ. താങ്ക് യു.